സുഹൃത്തെ, ഒരു നിമിഷം. താങ്കൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? താങ്കൾ ഒരു ഇൻട്രാഡേ ട്രേഡറാണെങ്കിൽ തീർച്ചയായും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ചും ഒരു ഓപ്ഷൻ ബയ്യർ ആണെങ്കിൽ. മാർക്കറ്റിനെ കുറിച്ച് മതിയായ അറിവില്ലാത്തതും ഒരു കാരണമാണ്. പോയത് തിരിച്ചു പിടിക്കുകയും ലാഭം നേടുകയും വേണ്ടേ? പക്ഷേ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. അങ്ങനെയെങ്കിൽ താഴെ ലിങ്കുണ്ട്, കയറി വരിക. എന്നാൽ പിന്നെ അവിടെ വെച്ച് കാണാം. ഹായ്, ഞങ്ങളിവിടെ ഉണ്ട്. ഇന്ന് ഞങ്ങൾ 7 ലെവലുകളാണ് എടുത്തത്. 6 എണ്ണം പ്രോഫിറ്റിലാണ്, ഒരെണ്ണം എസ് എൽ ആയിട്ടുണ്ട്. പക്ഷേ അത് എസ് എൽ ഹിറ്റായതല്ലാതെ നമ്മുടെ പുതിയ മെമ്പർമാർക്ക് കുറച്ച് ആളുകൾക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ട് അത് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യാത്തതിൽ വന്നൊരു ഫാൾട്ടാണ്. എന്നിരുന്നാലും ഞാനതൊരു എസ് എൽ ഹിറ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് പഴയ ആളുകൾക്കൊക്കെ അത് പ്രോഫിറ്റാണ്. കാരണം അവർക്ക് നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലും സ്ട്രാറ്റജിയൊക്കെ അറിയാൻ കഴിയും. അവർ കുറേ ഒത്തിരി നാളായതുകൊണ്ട് അവർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ബിഗിനേഴ്സും ഇനി 2-3 ദിവസമൊക്കെ എങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും. എല്ലാവർക്കും നമസ്കാരം. തുടർച്ചയായ 6 ദിവസത്തെ പോസിറ്റീവ് പെർഫോമൻസിന് ശേഷം 7-ാം ദിവസമായി ഇന്ന് നിഫ്റ്റി ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് അതിവേഗം നെഗറ്റീവ് മൂഡിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. IT, എനർജി സെക്ടറുകളിൽ ഉണ്ടായ സ്ട്രോങ് സെല്ലിംഗ് ആണ് പ്രധാനമായും ഇന്ന് നെഗറ്റീവിലേക്ക് കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മികച്ച മുന്നേറ്റം നടത്തിയ ചില കമ്പനികളുടെ ഷെയറുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കൂടിയായപ്പോൾ 141 പോയിന്റ് മൈനസിൽ 22,055 നിഫ്റ്റി ക്ലോസ് ചെയ്തു. 22,249 എന്ന സർവകാല റെക്കോർഡിലെത്തിയ ശേഷമാണ് നിഫ്റ്റി ഇന്ന് ലോസിലേക്ക് പോയത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ കേന്ദ്ര ബാങ്കായ US ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ വൈകുമെന്ന വിലയിരുത്തലുകളാണ് IT സ്റ്റോക്കുകളെ തളർത്തിയത്. പലിശ കുറയ്ക്കൽ വൈകുന്നത് US ഷെയറുകളെയും വേൾഡ് മാർക്കറ്റിനെ മൊത്തത്തിലും ബാധിക്കുന്നുണ്ട്. US സമ്പദ് വ്യവസ്ഥ തളർച്ചയിൽ നിന്ന് കരകയറിയിട്ടില്ല എന്ന നിഗമനമായിരിക്കും വൈകുന്ന പലിശ ഇളവ് ആഗോളതലത്തിൽ പരത്തുക. ഇന്ത്യൻ IT കമ്പനികൾ വരുമാനത്തിൻ്റെ മുഖ്യ പങ്കിനെയും ആശ്രയിക്കുന്നത് അമേരിക്കയെയാണ്. നമുക്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. 47,019 സ്പോട്ട് റേറ്റ്, 46,790 ഫസ്റ്റ് സപ്പോർട്ടും 46,550 സെക്കൻഡും 46,310 തേർഡ് സപ്പോർട്ടുമായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 47,110 ആയിരിക്കും ഇമ്മീഡിയറ്റ്, 47,360 സെക്കൻഡും 47,420 തേർഡ് റെസിസ്റ്റൻറ്റുമായി ആക്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 22,055 സ്പോട്ട് റേറ്റ്, 21,970 ഇമ്മീഡിയറ്റ് സപ്പോർട്ടും 21,880 സെക്കൻഡും 21,825 തേർഡ് സപ്പോർട്ടുമായി ആക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. 22,110 ഫസ്റ്റ് റെസിസ്റ്റൻസും 22,140 സെക്കൻഡും 22,190 തേർഡ് റെസിസ്റ്റൻറ്റുമായി ആക്ട് ചെയ്യാൻ സാധ്യത കാണുന്നു. ഇനി ഇന്നലെ പറഞ്ഞ 2 സ്റ്റോക്കുകളിലെ പെർഫോമൻസ് നമുക്ക് നോക്കാം. ആദ്യത്തേത് ജൂബിലി എൻഗ്രേവിയ ആയിരുന്നു. 495 ബൈ ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്ത് 492.90 അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. 498, 499, 50, 501 എന്നിങ്ങനെയായിരുന്നു ടാർഗറ്റ് പറഞ്ഞിരുന്നത്. പക്ഷേ 508 വരെ പോയിട്ടുണ്ട്. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന രൂപത്തിൽ പ്രോഫിറ്റ് പരമാവധി ബുക്ക് ചെയ്യുക, സ്റ്റോപ്പ് ലോസിനെ മുന്നിലേക്ക് മൂവ് ചെയ്ത് പ്രോഫിറ്റ് പരമാവധി ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ് തെറ്റില്ലാത്ത പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റോക്ക് അപ്പോളോ ഹോസ്പിറ്റലായിരുന്നു. അപ്പോളോ ഹോസ്പിറ്റൽ എൻട്രി പറഞ്ഞിരുന്നത് 6,788 അതും 6,784.95 ഓപ്പൺ ചെയ്തതുകൊണ്ട് അതിലും വളരെ വിശാലമായൊരു എൻട്രി തന്നെ നമുക്ക് ലഭിച്ചു. നമ്മൾ ടാർഗറ്റ് പറഞ്ഞിരുന്നത് 6,835 വരെയായിരുന്നു. പക്ഷേ 6,821.95 ആയി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ടാർഗറ്റായ 6,820 അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിനാൽ അതിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നാളത്തേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ആദ്യത്തേത് JK ലക്ഷ്മിയാണ്. JK ലക്ഷ്മി ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ പല തവണ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് താഴെ വന്നത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ,
അതുകൊണ്ട് നാളെ നമുക്ക് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 976 നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ്. 971 SL വയ്ക്കാം, 981, 85, 990 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. അതിന് മേലെ പോവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന രൂപത്തിൽ സ്റ്റോപ്പ് ലോസ് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തേത് UBL ആണ്. UBL നമുക്കൊരു സെൽ എൻട്രിയാണ് പോസിബിളായിട്ടുള്ളത്. ഈ ഒരു സപ്പോർട്ട് ലൈൻ പലതവണ ഇതേപോലെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴെല്ലാം തട്ടി മേലെ പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ലൈൻ നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1708 എന്നുള്ള ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ 1707 നമുക്കൊരു സെൽ എൻട്രി പോസിബിളാണ്. 1716 സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം. 1700, 1693, 1687 എന്നിങ്ങനെ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. അതിനും താഴെ വരികയാണെങ്കിൽ പരമാവധി പ്രോഫിറ്റ് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങൾ പറഞ്ഞ ട്രേഡുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് സ്റ്റോക്കിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ചർച്ച ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ പറയുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുമെല്ലാം എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക, പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.